നമസ്കാരം. എല്ലാവർക്കും കൊച്ചിൻ ഡെയിലീസിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്തകൾക്കെല്ലാം ചാനൽ പറ്റുക. നമ്മളോട് പറയുന്നത് പശ്ചിമേഷ്യയിലെ ഇറാനും ഇസ്രായേലുമായുള്ള യുദ്ധം കഴിഞ്ഞിട്ട് ദിവസങ്ങളായി. പക്ഷേ ഒരു യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം വേറെ ആരുമില്ല, അവിടെ നേതാക്കളാണ്, യുവാക്കളും അതുപോലെ തന്നെ പട്ടാളക്കാരും, മുൻ പട്ടാളക്കാരും, അതുപോലെ ഹമാസ് വിദ്യയായിട്ടുള്ള അവരുടെ കുടുംബക്കാർ ഉൾപ്പെടെ നാനാ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് ഇസ്രായേൽ നടത്തുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു രാജിവെച്ച് പുറത്തു പോയെന്നുള്ള ശക്തമായ ഭാഷയിൽ അപരിവേഗത ഭാഷ എതിരാളിയെ പോലും പറയാറില്ല. രാക്ഷസൻ, രക്തരക്ഷസ്, ഡ്രാക്കുള, അതുപോലെ പേപ്പട്ടി, ഈ തരത്തിലുള്ള വാക്കുകളാണ് ഇസ്രായേൽ ജനങ്ങൾ നെതന്യാഹുവിനെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പഴയ പിടിച്ച പേപ്പട്ടിയെ കൈകാര്യം ചെയ്യാൻ ഇറാനോ ഹമാസോ ഹൂതികളോ ചൈനയോ റഷ്യയോ വരേണ്ട കാര്യമില്ല. ഈ പേപ്പട്ടിയെ പിടിച്ചു കെട്ടാൻ അവിടുത്തെ ജനങ്ങൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അവിടെയുള്ള ജനങ്ങളുടെ സ്വസ്ഥമായ ജീവിതം തകർത്തുകൊണ്ട് കഴിഞ്ഞ 2 കൊല്ലക്കാലമായി നെതന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വന്തം അധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ തൻ്റെ കേസുകൾ മറച്ചു ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ഈ അതിക്രമം സ്വന്തം ജനതയ്ക്ക് തന്നെ ഭീഷണിയുമായിരിക്കുന്നു. ഇറാനുള്ള യുദ്ധത്തിൽ 40,000 വീടുകളും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ, കെട്ടിടങ്ങൾ, ഭരണസിരാ കേന്ദ്രങ്ങൾ, പട്ടാള കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള നാടിൻ്റെ ജ്ഞാനപരമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഇറാൻ്റെ ആക്രമണം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. ആ നഷ്ട കണക്കൊന്നും പുറത്തേക്ക് വരില്ല. ഇത്രയൊക്കെ വന്നിട്ടും 25 മരിച്ചെന്നാണ് ഇസ്രായേലിൻ്റെ കണക്ക്. അതിലേക്ക് എത്ര മടങ്ങായിരിക്കും മരണസംഖ്യ? ഇവരാരുടെയും പറയുന്നത് ലോക ജനതയുടെ പൊട്ടന്മാരാണോ ഇവരിങ്ങനെ പറയുന്നത് കണക്കാക്കിയിരിക്കുക? അതുപോലെ തന്നെ ഇറാനായിട്ട് യുദ്ധം നിർത്തി അന്ന് തന്നെയാണ് ഇസ്രായേൽ ജനങ്ങളുടെ നേരെ ആഹാരം മേടിക്കുന്ന ജനങ്ങളുടെ നേരെ ഇവർ വെടിവെച്ചത്. ഹമാസിൻ്റെ പോരാളികൾ ശക്തമായി നേരിട്ടുകൊണ്ട് തന്നെ നിരവധി പട്ടാളക്കാരെ വെടിവെച്ച് വീഴ്ത്തുണ്ടായി. നിരവധി മരണങ്ങൾ ഇസ്രായേലിൻ്റെ പട്ടാളക്കാർ മരിച്ചിട്ടുണ്ട്. അതൊന്നും പുറത്തേക്ക് വരില്ല. അപ്പം ഇസ്രായേലിൻ്റെ ഭരണകൂടം എത്ര മറച്ചു വെച്ചാലും ഈ സംഗതി അവർ നന്നുള്ള സത്യം തന്നെയാണ്. ഈ നഷ്ടങ്ങളുടെ കണക്ക് നമ്മൾ നോക്കുമ്പോൾ കസേ നമുക്കറിയാം ഒരു ശവപ്പുറപ്പായിട്ട് മാറിക്കഴിഞ്ഞു. തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളിലായ്മയും ജനങ്ങളിലെല്ലാം തെരുവിലുള്ളതിന് കാഴ്ചയാണ്. അതേ അവസ്ഥയാണ് ഇസ്രായേലിലെ പൗരന്മാർക്കും അന്ന് പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്രായേൽ ജനതയെ രാജ്യം സംരക്ഷിക്കേണ്ട ബാധ്യത ആ ജനതയ്ക്ക് തന്നെയാണ്. അപ്പോൾ യുവാക്കൾ ഉൾപ്പെടെ, മുൻ പട്ടാളക്കാരും ഇപ്പോഴത്തെ പട്ടാളക്കാരും ഉൾപ്പെടെ ശക്തമായ രീതിയിൽ ഞാൻ കഴിഞ്ഞു. ഇനി കൂടുതൽ ആയുസ് ഇല്ല, ഏതാനും നാളുകളെ പെട്ടിട്ടുണ്ട്. കാരണം ഒരു പരിധി വരെയാണ് ഏത് ജനങ്ങളും സഹിക്കുകയുള്ളൂ. രാജ്യങ്ങളിലും ഭരണപരാധികളും നാട് വിട്ട് പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. വന്നല്ലെങ്കിൽ ഇദ്ദേഹം നാട് വിട്ട് പോവുക, അതല്ലെങ്കിൽ ഇദ്ദേഹത്തെ അവിടെ തന്നെ ആൾക്കാർ കൈകാര്യം ചെയ്ത് ഈ പേപ്പട്ടിയെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ രാക്ഷസനെ എത്രയും പെട്ടെന്ന് കൈകാര്യം ചെയ്ത് ഈ ലോകസമാധാനം വരുത്താനും അതിനുവേണ്ടി ഉള്ള ഒരു ശ്രമം ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.